നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സാധാരണക്കാരുടെ വീട്ടിലേക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യക്തികളൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞു, വോട്ട് ചോദിച്ചു തുടങ്ങിയോ എന്നുള്ളതാണ്. കൃഷ്ണേന്ദു, അപ്പോൾ ഇത് എത്രാമത്തെ വോട്ടാണ് താങ്കൾ ചെയ്യാൻ പോകുന്നത്? അതുപോലെ തന്നെ ഇപ്പോ തിരുവനന്തപുരത്താണല്ലോ ഉള്ളത്, തൃശ്ശൂരിലാണല്ലോ താങ്കൾക്ക് വോട്ട്. എങ്ങനെയാണ് അവിടത്തെയൊക്കെ ഒരു രീതികൾ? എങ്ങനെയാണ്? ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ കാണാൻ പറ്റിയോ? വോട്ട് ചെയ്യാനായി പോകുന്നുണ്ടോ? എങ്ങനെയൊക്കെയാണ്? അതെ, ഇപ്പോൾ ഇവിടെയാണെങ്കിലും എൻ്റെ വോട്ട് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിലാണ്. ഇത്തവണ വോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ രണ്ടാമത്തെ നിയമസഭാ വോട്ടായിട്ട് വരും. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അവിടെയൊന്നും നമ്മുടെയൊന്നും സ്ഥലത്തോട്ട് എത്തിയിട്ടില്ല സ്ഥാനാർത്ഥികൾ എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ കുന്നംകുളത്ത് മെയിൻ ടൗണിലൊക്കെ സ്ഥാനാർത്ഥികളെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പല ആവശ്യങ്ങൾക്കായിട്ട് വീട്ടുകാരൊക്കെ തന്നെ പുറത്തു പോകുമ്പോൾ അവിടെയൊക്കെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തന്നെ ഏതൊരു വസ്ത്രം എടുക്കാനായിട്ടൊരു കടയിൽ കയറിയപ്പോൾ അവിടെ ആ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. AC മൊയ്തീനാണ് ഇത്തവണ. ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആണ് അദ്ദേഹം. അതിന് മുൻപുള്ള വർഷം അദ്ദേഹം അവിടുത്തെ മന്ത്രിയായിരുന്നു. അദ്ദേഹം തന്നെയാണ് ജയിച്ചത്. AC മൊയ്തീൻ അന്ന് മന്ത്രിയായിരുന്നു, നമ്മുടെ ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്നു. രണ്ടാമത്തേതിൽ MLA ആയിട്ട് ഇപ്പോൾ സിറ്റിംഗ് MLAക്ക് തന്നെയാണ് ഇത്തവണയും സീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ടു, അദ്ദേഹമൊക്കെ വർത്താനം പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് മണ്ഡലത്തെ കുറിച്ച് എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വിജയ സാധ്യതയുണ്ടോ, അതിനെ കുറിച്ചുകൂടി നമുക്കൊന്ന് സംസാരിക്കാം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു കുന്നംകുളം തൃശ്ശൂർ നിയമസഭാ മണ്ഡലം മൊത്തം എടുക്കുകയാണെങ്കിൽ തന്നെ 13 നിയോജക മണ്ഡലമായിട്ട് വരുന്നത്. അതിൽ ചേലക്കര, ഗുരുവായൂർ, മണലൂർ, തൃശ്ശൂർ, നാട്ടിക, പുതുക്കാട്, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി, ഒല്ലൂർ, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, ചാലക്കുടി, ഇങ്ങനെ 13 നിയോജക മണ്ഡലമാണുള്ളത്. ഇതിൽ കുന്നംകുളമാണ് എൻ്റെ ഒരു മണ്ഡലമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ഇവിടുത്തെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇടത് വലത് മുന്നണികൾ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഉറപ്പിച്ച് ഒരു ഇടതാണോ വലതാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം രണ്ട് വശത്തേക്ക് എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് കുന്നംകുളം നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. കാരണം ഒരു അപ്രതീക്ഷിതമായിരിക്കും അവിടുത്തെ ഒരു വിജയം എന്ന് പറയുന്നത്. ഏതായാലും ഇത്തവണ അവിടുത്തെ സ്ഥാനാർത്ഥികൾ CPM-ന് AC മൊയ്തീൻ തന്നെയാണ് ഇത്തവണയും അവിടെ. അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. UDF PT അജയ് മോഹൻ, NDA KR രജിൽ. ഇതിൽ AC മൊയ്തീനെ അന്ന് തന്നെ ആ ഒരു ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് അന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പ്രത്യേകിച്ച് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് അന്ന് തന്നെ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സ്ഥാനാർത്ഥികൾ ഏറ്റവും വൈകിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ NDAയുടെ സ്ഥാനാർത്ഥിയാണ് ഏറ്റവും വൈകി അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും 2021-ലും AC മൊയ്തീൻ തന്നെയാണ് വിജയിച്ചത്. 2016-ലും AC മൊയ്തീൻ തന്നെയാണ്. 2011-ലും 2006-ലും അതിന് മുൻപുള്ള 2 വർഷങ്ങൾ CPM തന്നെയാണ്. ബാബു M പാലിശ്ശേരി എന്ന് പറയുന്ന MLA ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അതായത് 2006 മുതൽ ഇപ്പോൾ തുടർച്ചയായിട്ട് 2021 വരെയുള്ള ഒരു സമയത്ത് CPM-ന് ഒപ്പം തന്നെയാണ് കുന്നംകുളം മണ്ഡലം നിന്നിട്ടുള്ളത്. അതിന് മുൻപാണ് അവസാനമായിട്ട് 2001-ലാണ് അവിടെ UDF ജയിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ചുവപ്പ് കോട്ട തന്നെയായിരുന്നു കുന്നംകുളം മണ്ഡലം എന്ന് പറയണം. മാത്രമല്ല പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും മാറി മാറി വരുന്ന ഈ ഒരു സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു UDF ആണെങ്കിലും. അതുപോലെ തന്നെ പക്ഷേ ഇവിടെ LDF എപ്പോഴും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, പലപ്പോഴും കണ്ടിട്ടുള്ള മുഖങ്ങളെ തന്നെയാണ് അവിടെ എപ്പോഴും ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയിട്ടുള്ളത് എന്ന് തന്നെ വേണം പറയാൻ. ഒപ്പം തന്നെ നമ്മൾ എപ്പോഴും ഇപ്പോൾ ഈ ചർച്ചകൾ എടുക്കുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എടുക്കുമ്പോൾ BJPയുടെ ഒരു സാധ്യത കൂടുതലാണല്ലോ ഇപ്പോൾ മുമ്പത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കാൻ. പണ്ട് നമ്മുടെ ഒരു കുഞ്ഞിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാർത്തകളെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയ ഘട്ടത്തിലൊന്നും തന്നെ BJP വലിയൊരു എതിരാളിയായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നത്തെ ചിത്രം അങ്ങനെയല്ല, മാറി മറിഞ്ഞിട്ടുണ്ടല്ലോ. എല്ലായിടങ്ങളിലും BJP ഒരു എതിരാളിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ചിലയിടത്ത് ഒട്ടുമേ അല്ലാത്തൊരു ഘട്ടവും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുന്നംകുളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? BJP വോട്ടർമാർ അവിടെ ഉണ്ടോ? കാരണം കുന്നംകുളത്തെ സംബന്ധിച്ച് ഒരുപാട് പള്ളികളും ക്ഷേത്രങ്ങളും മുസ്ലിം പള്ളികളും ഒക്കെ തന്നെ ഒരുപാടുള്ള ഒരു സ്ഥലമാണല്ലോ കുന്നംകുളം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാര്യത്തിൽ BJP വോട്ടുകൾക്ക് അവിടെ ഒരു ഭൂരിപക്ഷം കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ BJPയിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടോ? എങ്ങനെയാണ് ആ ഒരു വിലയിരുത്തൽ കൂടി നമ്മൾ പരിശോധിക്കാൻ മനസ്സിലാവുന്നത്? അതെ, ഇപ്പൊ ഇവിടെ കുന്നംകുളത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. ഏകദേശം 51,000 എന്താണ് ജനസംഖ്യ വരുന്നത്.
അപ്പോൾ എപ്പോഴും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അവിടെ ഏറ്റവും കൂടുതൽ എന്ന് തന്നെ വേണം പറയാൻ. എന്നിരുന്നാലും ഹിന്ദുക്കളും പിന്നീട് മുസ്ലിങ്ങളും പല ഭാഗങ്ങളിലായിട്ടുണ്ട്. പക്ഷേ BJPക്ക് പൊതുവെ ഒരു ഇത് കുറവാണ്. അവിടെ ഒരു വോട്ടിംഗ് നില അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം ഉയർത്താൻ സാധിക്കുന്നത് വളരെ കുറവ് തന്നെയാണ്. പക്ഷേ നേരെ അവിടുന്ന് തൃശ്ശൂരിലോട്ട് വരികയാണെങ്കിൽ വലിയൊരു മാറ്റം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. തൃശ്ശൂരും കുന്നംകുളം തമ്മിൽ ഒരു മണിക്കൂർ വ്യത്യാസമുണ്ട് നമുക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ. പക്ഷേ തൃശ്ശൂരിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും BJPക്ക് അവിടെ വോട്ടിംഗ് ശതമാനവും അതുപോലെ തന്നെ വോട്ട് കൂടുതലുള്ള ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷേ ഇവിടെ കുന്നംകുളത്തെ സംബന്ധിച്ച് അവിടെ BJPക്ക് ഇപ്പോഴും അല്പം മൂന്നാം സ്ഥാനത്തേക്ക് തന്നെയാണ് തള്ളി നീക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇനി വരും വർഷങ്ങളിൽ കൂടുതൽ നമുക്ക് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിലൂടെ തന്നെ വോട്ട് ശതമാനം ഉയർത്താൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. മാത്രമല്ല കഴിഞ്ഞ തവണ AC മൊയ്തീൻ ജയിച്ചത് ഏകദേശം ഒരു 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അതിന് മുൻപ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് 7,000 സംതിങ് വോട്ട്, അതായത് 2016 വെറും 7,000 വോട്ടുകൾ, 2011 481 വോട്ടുകൾക്കാണ് ജയിച്ചത്. അപ്പോൾ ഇവിടെ കുന്നംകുളത്തിൻ്റെ ഒരു ഇത് പരിശോധിക്കുമ്പോൾ LDFന് വോട്ടിംഗ് ശതമാനം കൂടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 27,000 വോട്ടുകൾക്കാണ് ജയിച്ചത്. അപ്പോൾ ഇത്തവണ ഏകദേശം 50,000-ഓളം ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് പല LDF കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ. ഇത്തവണ AC മൊയ്തീൻ്റെ ഭൂരിപക്ഷം 50,000 കടക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പ്. അതിൽ ഉയർന്നു കേട്ടിട്ടുള്ള ഒരു പേരാണ് AC മൊയ്തീൻ്റെ. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ടെന്ന്. പേര് ഉയർന്നു കേൾക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വത്തുക്കളും എല്ലാം തന്നെ ED മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമുക്കറിയാം അത് കുറ്റപത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേരും കിടക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഈ ഒരു നെഗറ്റീവ് മാർക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ AC മൊയ്തീനുണ്ട്. കഴിഞ്ഞ തവണ അതില്ലായിരുന്നു. പക്ഷേ ഇത്തവണ LDF 50,000 ഭൂരിപക്ഷം പറയുന്നുണ്ടെങ്കിലും കരുവന്നൂർ സഹകരണ ബാങ്ക്, നമുക്കറിയാം സുരേഷ് ഗോപിയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടാണ് അങ്ങോട്ട് പോയി അവിടെ പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ അതൊരു ആയുധമാക്കാൻ ഇത്തവണ എതിർപക്ഷത്തിന് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ വിജയത്തിനും അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു നമ്മൾ കണ്ടിരുന്നല്ലോ ആ ഘട്ടത്തിലൊക്കെ. അതെ, അപ്പോൾ അത് വലിയൊരു തെരഞ്ഞെടുപ്പ് ആയുധമാണ്. പക്ഷെ അത് നല്ല രീതിയിൽ നമുക്ക് എതിർപക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ AC മൊയ്തീനെതിരെ ഉന്നയിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആയുധം. കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഒന്നാം പിണറായി സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഒന്നും തന്നെ വലിയ നെഗറ്റീവ് അദ്ദേഹത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ചാടാതെയോ വലിയ വിവാദങ്ങളൊന്നും തന്നെ പെടാതെ ആ ഒരു 5 വർഷക്കാലം കഴിഞ്ഞു. പിന്നീട് രണ്ടാം പിണറായി സർക്കാരിൽ അദ്ദേഹത്തിന് മന്ത്രിയായില്ല, MLA ആയി തുടരുമ്പോഴും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ 1-2 വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ കഴിഞ്ഞ വർഷമാണ് സഹകരണ ബാങ്ക് തട്ടിപ്പ് വന്നപ്പോഴാണ് AC മൊയ്തീൻ്റെ പേരും അവിടെ ഉയർന്നു കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവ് മാർക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, എതിർപക്ഷത്തിന് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പ്രധാന ആയുധമാക്കി ഇറക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തോൽക്കാനുള്ളൊരു സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപക്ഷെ വോട്ട് ശതമാനം അല്ലെങ്കിൽ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത നമുക്കവിടെ ഉണ്ട്. ഏതായാലും 2026 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2006 മുതൽ LDFനൊപ്പം നിന്ന മണ്ഡലം ഇത്തവണയും LDFനൊപ്പം തന്നെ നിൽക്കുമോ, അതോ ഒരു മാറ്റം ഇത്തവണത്തെ 2026 ഇലക്ഷനോട് കൂടി സംഭവിക്കുമോ എന്നുള്ളത് അറിയില്ല. ജയിക്കുകയാണെങ്കിൽ മൂന്നാം പിണറായി സർക്കാരിൽ AC മൊയ്തീൻ തന്നെയാകും തുടർച്ചയായിട്ട് MLA ആകുന്നത് എന്നുള്ളൊരു ചരിത്രം കൂടിയായിരിക്കും അദ്ദേഹം സൃഷ്ടിക്കാൻ പോകുന്നത്. ഇനി എന്താണ് നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്? തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്നത് നേമം മണ്ഡലത്തിൽ തന്നെ ആയിരിക്കുമെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം BJP ആദ്യമായൊരു ബൂത്ത് തുറന്ന അല്ലെങ്കിൽ ഒരു ചരിത്രം സൃഷ്ടിച്ച ഇടം കൂടിയാണ് നേമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും 2026 വരുമ്പോൾ ഇപ്പോഴും BJPയുടെ ഒരു ബൂത്ത് അവിടെ BJP അവിടെ ഉയരും എന്നുള്ള ഏറ്റവും കൂടുതലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നേമം മണ്ഡലം എന്നൊക്കെ എടുത്തു പറയേണ്ടതുണ്ട്. നേമത്ത് ഇപ്പോൾ നോക്കുകയാണ്, നമുക്കറിയാം നമ്മുടെ മന്ത്രി കൂടിയായിട്ടുള്ള ശിവൻകുട്ടി, ഒപ്പം അതുപോലെ തന്നെ BJP രാജീവ് ചന്ദ്രശേഖർ, കോൺഗ്രസിൽ ആരായിരിക്കുമെന്ന ചോദ്യത്തിന് ഏറ്റവും ഒടുവിലായി ശബരിനാഥ് എന്ന് പറയുന്ന നമ്മുടെ കൗൺസിലറെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ 3 കാൻഡിഡേറ്റ്സ് അവിടെ വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ത്രികോണ മത്സരം തന്നെയായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ എടുത്തു പറയേണ്ടത് ശിവൻകുട്ടിയെയും രാജീവ് ചന്ദ്രശേഖരെയുമാണ്. രാജീവ് ചന്ദ്രശേഖർ വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് വളരെ മുൻപ് തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങിയെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. കാരണം നിയമമണ്ഡലത്തെ മാത്രം കേന്ദ്രീകരിച്ചല്ല, മുഴുവൻ മണ്ഡലങ്ങളിലും നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ മണ്ഡലങ്ങളും എന്തിനേറെ പറയും ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ സ്ഥലമായിട്ടുള്ള ധർമ്മടത്ത് പോലും പോയിട്ട്
ഈ MLA മടുത്തു എന്നുള്ള ക്യാമ്പയിൻ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മുഖ്യമന്ത്രിക്കെതിരെ അവിടുത്തെ MLA നിലയിൽ അദ്ദേഹം അവിടെ എന്താണ് ചെയ്തത്, എന്താണ് ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ ക്യാമ്പയിൻ നടത്തുന്നു. ഇങ്ങനെ നിയമത്ത് നോക്കുകയാണെങ്കിൽ ശിവൻകുട്ടിയുടെ ഓഫീസിന് മുന്നിൽ ഈ ഒരു ക്യാമ്പയിൻ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അഹോരികളെ കണ്ടതിൽ പ്രതിഷേധം ഉണ്ടാകുന്നു. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ കാണുന്നു. 26 സ്കൂളുകളാണ് ഈ നിയമമണ്ഡലത്തിൽ ഉള്ളത്. അവിടുത്തെ ഈ അഹോരികളൊക്കെ തന്നെ റോഡിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഭയക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടിയുടെ ഒരു വൈറൽ സ്റ്റേറ്റ്മെന്റ് വരുന്നു. അതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആരായിരിക്കും വിജയിക്കുക എന്നൊരു ചോദ്യത്തിന് പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിലായി മുടവൻമുകൾ പാപ്പനങ്ങോട് പാലം നൽകിക്കൊണ്ട് വി ശിവൻകുട്ടി വലിയൊരു നിർണായക മാറ്റം അവിടെ സൃഷ്ടിച്ചു, ഒരു വികസനം അവിടെ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയെയും നമുക്ക് തീരെ മോശമായി തള്ളിക്കളയാൻ സാധിക്കുകയില്ല. നല്ലൊരു ടൈറ്റ് ഫൈറ്റ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2016 വരികയാണെങ്കിൽ BJP ആദ്യമായിട്ട് ഒരു ബൂത്ത് തുറന്ന അല്ലെങ്കിൽ ഒരു സീറ്റ് തുറന്ന ഒരു സ്ഥലമായിരുന്നു 2026 നിയമം എന്ന് പറയുന്നത്. അവിടെ രാജഗോപാലാണ് വിജയിച്ചത്. നമുക്കറിയാം, നിയമത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാജഗോപാൽ അദ്ദേഹത്തിന് ഒരു സഹതാപ വോട്ടാണ് നൽകിയത് എല്ലാവരും. കാരണം കുറെ നാളുകളായി അദ്ദേഹം അവിടെ നിൽക്കുന്നു, അത് വിജയിക്കുന്നില്ല, തോൽക്കുന്നു, അങ്ങനെ ഒരു പാറ്റേൺ തുടങ്ങി വരുന്നു. പക്ഷെ എന്നാലും അദ്ദേഹം മത്സരിക്കാതെ പിന്മാറുന്നില്ല, അദ്ദേഹം എല്ലാ മത്സരത്തിലും പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു സഹതാപ വോട്ടിലൂടെയാണ് 2016 അദ്ദേഹം അവിടെ വിജയിച്ചത് എന്ന് പറയുന്നു. 2021 തെരഞ്ഞെടുപ്പിലേക്ക് വി ശിവൻകുട്ടി ജയിക്കുന്നു. വി ശിവൻകുട്ടി ജയിക്കുമ്പോൾ അവിടെ തൊട്ട് താഴെ അന്നും BJP എത്തിയിരുന്നു എന്നാണ് എടുത്തു പറയേണ്ടത്. അതായത് BJPയിലെ കുമ്മനം രാജശേഖരനായിരുന്നു അന്ന് 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനോടൊപ്പം മത്സരിച്ചത്. വി ശിവൻകുട്ടിക്ക് 38.24% വോട്ട് ലഭിച്ചപ്പോൾ കുമ്മനം രാജശേഖരന് 35.54% വോട്ടാണ് കിട്ടിയത്. അതായത് വളരെ കുറച്ച് ഭൂരിപക്ഷത്തിലാണ് ശിവൻകുട്ടി ജയിച്ചത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് എന്നുള്ളതാണ്. അതായത് ശിവൻകുട്ടി വലിയൊരു മൃഗീയ ഭൂരിപക്ഷമൊക്കെ ഉണ്ട്. കാരണം നിയമത്തോട് തന്നെയുള്ള ഒരാളാണ് ശിവൻകുട്ടി, നിയമത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ശിവൻകുട്ടി. ജനങ്ങൾക്ക് നന്നായി തന്നെ ശിവൻകുട്ടിയെ അറിയാം. ശിവൻകുട്ടി തിരുവനന്തപുരത്തെ മേയറൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിക്ക് വോട്ട് ലഭിക്കും, ഒരുപാട് അധികം വോട്ടുകൾ ലഭിക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും ജയിച്ചു, പക്ഷെ അത്ര വോട്ട് ഉയർത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും കൂടുതലും സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുന്നതും. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിലും ഇവിടെ വിജയിച്ച് കയറിയ ഈ നിയമത്തിലുള്ള ഈ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയകളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതലും ഇവിടെ ജയിച്ചിരിക്കുന്നത് 10-ൽ 8 BJP അംഗങ്ങളാണ് വിജയിച്ച ഇപ്പോൾ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസിന്റെ ഒരു നീക്കം നോക്കുകയാണെങ്കിൽ കെ മുരളീധരനെ പോലെയുള്ള ശക്തമാനായിട്ടുള്ള നേതാവിനെ തന്നെയാണ് കഴിഞ്ഞ തവണ 2021 കോൺഗ്രസ് എടുത്ത് മുന്നോട്ട് വെച്ച ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. മുരളീധരൻ അന്ന് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അന്ന് MP ആയിരുന്നു മുരളീധരൻ. ആ MP സ്ഥാനം രാജിവെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ രണ്ടുമില്ലാത്തൊരു സാഹചര്യമായി പോയി. വട്ടിയൂർക്കാവിൽ നിർത്താൻ നിയമത്ത് കൊണ്ട് മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തി എന്നാണ് പറഞ്ഞിരുന്നത്. 25.01% വോട്ട് മാത്രമാണ് അന്ന് കെ മുരളീധരൻ അന്ന് അവിടെ ലഭിച്ചിരുന്നത് എന്നുള്ളതാണ്. പിന്നീട് 2016 2021 ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ 2016 BJPക്ക് 47.46% വോട്ടുകൾ നേടിയാണ് ജയിച്ചതെങ്കിൽ 2021 CPMന് അന്ന് 38.24% വോട്ടായിട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഇന്നത്തെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ആരായിരിക്കും ജയിക്കുക എന്നുള്ള ചോദ്യത്തിന് ശബരിനാഥ് വന്നതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഇതുവരെയും രാജീവ് ചന്ദ്രശേഖരനെ കൊടുക്കും, ഞങ്ങളുടെ വോട്ട് രാജീവ് ജിക്കാണെന്ന് പറഞ്ഞിരുന്ന പലരും തന്നെ ശബരിനാഥ് വന്നതുകൊണ്ട് ശബരിനാഥിനെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ശബരിനാഥിന് കൊടുക്കണോ അത് രാജീവിന് കൊടുക്കണോ എന്നൊരു കൺഫ്യൂഷൻ ആയി പോയി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയൊരു വിജയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം BJP തന്നെ ജയിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന പാലക്കാട് പോലെ തിരുവനന്തപുരത്ത് നേമത്ത് എന്തായാലും BJP ജയിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നേമം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുൻപത്തെ കമ്മ്യൂണിസ്റ്റുകാർ, അതായത് കമ്മ്യൂണിസ്റ്റിന് കിട്ടേണ്ട ശിവൻകുട്ടിക്ക് നൽകിയിരുന്ന വോട്ടുകളിൽ പകുതിയിലേറെ അത് രാജീവ് ചന്ദ്രശേഖരന് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു വിലയിരുത്തലും വരുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും നേമം എന്ന് പറയുന്ന മണ്ഡലത്ത്
നിരവധി ട്വിസ്റ്റുകൾ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. എന്തായാലും നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ട് ഈ ഒരു നിയമമണ്ഡലത്തിനകത്ത് BJP സംബന്ധിച്ചിടത്തോളം. ഒപ്പം അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള പൂജപ്പുര BJPക്ക് അനുകൂലമാണെങ്കിൽ തൊട്ടടുത്തുള്ള മുടവൻമുകൾ എന്ന് പറയുന്ന സ്ഥലം കമ്മ്യൂണിസ്റ്റിനാണ് അനുകൂലമായി വരുന്നത്. തൊട്ടപ്പുറത്ത് തമലം എന്ന് പറയുന്ന സ്ഥലം കോൺഗ്രസിന് അനുകൂലമായി വരുന്നു. അങ്ങനെ സമ്മിശ്രമായിട്ടുള്ള എന്നാൽ തമ്മിൽ ഭേദം തോന്നുന്ന രീതിയിൽ എന്നാൽ കൂടുതലായി BJP പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നു. തീർച്ചയായിട്ടും നിയമത്ത് BJPക്ക് ഒരു നല്ലൊരു ബേസ് ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് അവസാന നിമിഷം, അതായത് 2021 സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, അത് കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ തോറ്റു എന്നുള്ളത് ശരി തന്നെയാണ്. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോൾ ശബരിനാഥിന് വഴി അത് 2ാം സ്ഥാനത്തെങ്കിലും എത്തിക്കാം എന്നുള്ളൊരു ചർച്ചയാണ് നടക്കുന്നത്. ആദ്യം ശിവൻകുട്ടി പറഞ്ഞത് മത്സരിക്കാനില്ല എന്നാണ് പറയുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വലിയ ശക്തനായ കാൻഡിഡേറ്റ് ഇറങ്ങി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ശിവൻകുട്ടിയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നുണ്ടെങ്കിൽ പുഷ്പം പോലെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആരാകും എന്നുള്ള ഒരു കണ്ണും പൂട്ടി നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കാരണം 3 കാൻഡിഡേറ്റ്സും അല്ലെങ്കിൽ BJPയും CPM-ഉം ഈ UDF-ഉം ഒക്കെ തന്നെ കൃത്യമായ ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പത്രിക സമർപ്പിച്ചപ്പോൾ 200 കോടിയുടെ ഒരു വീട് അത് കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വിമർശനം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. അതിൽ ശബരിനാഥായിരുന്നു അതിനെക്കുറിച്ചിട്ട് പറയാനായിട്ട് മുൻപിൽ നിന്നിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള വി ശിവൻകുട്ടിയുടെ ഒരു അഭിപ്രായം അത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായം ഇങ്ങനെയായിരുന്നു: നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് എന്താ പറയുക ഈ പത്രിക തള്ളാനോ അതിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. മണ്ഡലത്തിൽ കാണാം, നമുക്ക് മണ്ഡലത്തിൽ മത്സരിക്കട്ടെ എന്നുള്ളത്. അതായത് വളരെ ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. അതിന് ശിവൻകുട്ടി പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ മറ്റൊന്നുമല്ല, കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ, അതായത് MP സ്ഥാനാർത്ഥിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ ശശി തരൂര് രാജീവ് ചന്ദ്രശേഖർ ഒക്കെ ആയിരുന്നല്ലോ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലും സമാനമായ രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു. ഈ ബാംഗ്ലൂരിലെ ഈ പറയുന്ന അത്യാഡംബര വസതിയുടെ ഡീറ്റെയിലുകൾ വെച്ചില്ല എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അന്നും സമാനമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ മുന്നാകെ പോയി അന്നും ഇതേപോലെ തന്നെയാണ് പത്രിക തള്ളാതെ നോമിനേഷൻ തള്ളാതെ അത് വ്യക്തമായി തന്നെയാണ് കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ശിവൻകുട്ടിക്ക് അക്കാര്യം നന്നായി ബോധ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കണം ഒരു പക്ഷെ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തതെന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും നമുക്ക് നോക്കി വെക്കാം. ഇവിടെ എന്തായാലും ഒരു നിയമം എന്ന് പറയുന്നത് എപ്പോഴും ഒരു A ക്ലാസ് മണ്ഡലമാണ്. ഇത്തവണ ആർക്കൊപ്പം നിൽക്കും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ എന്നുള്ളതും ഈ പറഞ്ഞ പോലെ കുന്നംകുളം മണ്ഡലത്തെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോഴും ഒരു 2006 മുതൽ ഇടതിനൊപ്പം തന്നെയാണ് നിന്നിരിക്കുന്നത്. ഇത്തവണ ഈ ഒരു വിവാദം ഇപ്പോഴത്തെ സിറ്റിംഗ് MLA-യുടെ പേരിൽ നിലനിൽക്കുന്നതിനാൽ തന്നെ ഒരു UDF-നൊപ്പം ഒഴുകാനുള്ള ഒരു സാധ്യതയുണ്ടോ? വീണ്ടും ഒരു ചാഞ്ചാട്ടം UDF-ലേക്ക് കുന്നംകുളത്തിലെ വോട്ടർമാർ നൽകുമോ അല്ലെങ്കിൽ എന്നുള്ളത് കൂടി നമുക്ക് തന്നെ കാത്തിരുന്ന് തന്നെ കാണാം. തീർച്ചയായിട്ടും വീണ്ടും നാളെ അടുത്ത 2 മണ്ഡലമായിട്ട് നമുക്ക് വരാം അല്ലേ? അതുവരെ നന്ദി, നമസ്കാരം.